Hello, welcome to the next lecture in programming in C, and today we will be talking about strings. Okay, so strings. In the മുമ്പത്തെ lecture we had talked about arrays, right? What were arrays? അതായത് array എന്ന് പറഞ്ഞാൽ suppose we were declaring an array as integer, say ARR some 10. It means എന്താ സംഭവിച്ചിരുന്ന 10 മെമ്മറി ലൊക്കേഷൻ 10 മെമ്മറി ലൊക്കേഷൻ എന്താണ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ മാറ്റി വെക്കുകയും അതിൻ്റെ ആദ്യത്തേതിനെ എലമെൻറ്റിനെ നമ്മൾ അറേ എന്നുള്ള പേര് വെച്ച് വിളിക്കുകയും എന്താണ് ARR0 എന്ന് പറയുന്ന ഈ എലമെൻ്റ് ആയിരിക്കും, ARR1 എന്ന് പറയുന്ന ഈ എലമെൻ്റ് ആയിരിക്കും. അങ്ങനെ അപ് ടു എവിടെ വരെ പോവാം? നമുക്ക് ARR9 വരെ പോവാം, ലാസ്റ്റ് എലമെൻ്റ് വരെ പോവാം. അതായത് ഒറ്റ സിംഗിൾ പേരിൽ നമുക്ക് ഒരേ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ്, ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെക്കാനിസമായിരുന്നു അറേ എന്ന് പറയുന്നത്. അപ്പം സ്ട്രിങ്സ് എന്ന് പറയുന്നത്, സ്ട്രിങ് ഇൻ സി പ്രോഗ്രാമിംഗ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. ദ മെയിൻ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ array of character. Let's call it str. Okay, str something. Okay, let's call it 100. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? വാട്ട് ഹാപ്പൻസ്? ഇതുപോലെ എന്താണ് 1 to up to 100, അതായത് 0 1 99 എന്നുള്ള ഇൻഡെക്സ് വരെ എന്ത് പറ്റും? str എന്നുള്ള പേരിൽ ഒരു array declare ചെയ്യപ്പെടും. And what happens, what is the peculiarity? The content of the array will be, of each element of the array will be a character. Okay, അത് നമ്മളൊരു സിംഗിൾ ക്യാരക്ടർ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിരുന്നത്? സിംഗിൾ കോട്ട് വെച്ചിട്ട് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളൊരു സ്ട്രിങ് വരുമ്പോൾ എന്ത് പറ്റും? വി യൂസ് ഡബിൾ കോട്ട്സ്. സി പ്രോഗ്രാമിംഗ് ഡബിൾ കോട്ട്സ്. ഓക്കെ, ഇതിൽ സ്പേസും ഒരു ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതിൽ നമ്മുടെ ഡിക്ലറേഷൻ എങ്ങനെയായിരിക്കും വരുന്ന ഒരു എക്സാമ്പിൾ. ലെറ്റ്സ് കൺസിഡർ ആൻ എക്സാമ്പിൾ. ക്യാരക്ടർ സി ഈക്വൽ ടു സി സ്ട്രിങ് എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ഐ എം ഡിക്ലെയറിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ അറേ ആകുമ്പോൾ നമുക്ക് എന്താണ് ഈ സൈസ് ഫിക്സ് ചെയ്യാതെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഇനിഷ്യലൈസേഷൻ അനുസരിച്ച് ഈ സിയുടെ സൈസ് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ ഇതിൻ്റെ ഇതെടുത്ത് നോക്കുകയാണ്. ഈ സി എന്ന് പറയുന്ന അറേ ഓഫ് ക്യാരക്ടേഴ്സ് സ്ട്രിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ എലമെൻ്റ് എന്തായിരിക്കും? ഫസ്റ്റ് എലമെൻറ്റ് വിൽ ബി സി, സെക്കൻഡ് എലമെൻറ്റ് വിൽ ബി സ്പേസ്. ഇത് ഞാൻ സ്പേസാണെന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ക്യാരക്ടർ ഇത് കൊടുക്കാനായിട്ട് സ്പേസ്. Okay, third element will be S, fourth element will be T, fifth element will be R, next will be I, will be N, and will be G. നമ്മുടെ സാധാരണഗതിയിൽ ഒരു ന്യൂമറിക്കൽ, അതായത് ഇൻറ്റിജർ ടൈപ്പ് ഇൻറ്റിജർ ഉള്ള അറേ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത്രേ ഉണ്ടാവുള്ളൂ, അത്ര എലമെൻറ്റ്സ് ഡിക്ലെയർ ചെയ്യപ്പെടുള്ളൂ. പക്ഷേ ഈ ടൈപ്പ് ഓഫ് സ്ട്രിങ്, ടൈപ്പ് ഓഫ് അറേ ക്യാരക്ടർ ആകുമ്പോൾ, അതായത് ഒരു സ്ട്രിങ് ആകുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. അല്ലെങ്കിൽ സിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യും? വാട്ട് ഹാപ്പൻസ്? ദ ലാസ്റ്റ് എലമെൻറ്റ് വിൽ ബി ദിസ് /0. ഓക്കെ, ബാക്ക്വേർഡ് /0. എവറി സ്ട്രിങ് വിൽ ബി എൻഡിങ് വിത്ത് ബാക്ക്വേർഡ് /0. അത് എൻഡ് ഓഫ് സ്ട്രിങ്, EOS, എൻഡ് ഓഫ് സ്ട്രിങ് എന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ /0 കൊടുത്തേക്കുന്നത്. അതായത് എൻഡിങ് ആണെന്നറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങളിപ്പോൾ സി സ്ട്രിങ് എന്ന് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റോർ ചെയ്യും? സി സ്പേസ് STRING ആൻഡ് ദ ലാസ്റ്റ് തിങ് വിൽ ബി /0. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ക്യാരക്ടർ സി ഇസ് ഈക്വൽ ടു ABCD എന്ന് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? it will declare എത്ര 4 എത്ര എലമെൻ്റ് ഉണ്ടാവും? 5 എലമെൻ്റ് ഉണ്ടാവും.
A, B, C, D and /0. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി വേറൊരു പോസിബിലിറ്റി, നിങ്ങൾ യു ആർ ട്രൈങ് ടു ഡു, യു ആർ ഗിവിങ് ദ ലെങ്ത്. ഓക്കെ, സപ്പോസ് ക്യാരക്ടർ C50 ഈക്വൽ ടു ABCD എന്ന് കൊടുത്താൽ എന്ത് പറ്റും? അപ്പോൾ ഈ 50 വരെയും ഡിക്ലെയർ ചെയ്യപ്പെടും, പക്ഷെ ABCD /0 ഇത്രയും ഫില്ല് ചെയ്യും, ബാക്കി ഫില്ല് ചെയ്യാതെ കിടക്കും. നിങ്ങളൊരു റെഗുലർ ഇൻറ്റിജർ അറേയിൽ ചെയ്യുന്നത് പോലെ. ഓക്കെ, മറ്റ് ഇൻറ്റിജർ അറേയിലുള്ള പോലെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ എലമെൻറ്റിനെ, സപ്പോസ് യു വാണ്ട് ടു ആക്സസ് ദ തേർഡ് എലമെൻറ്റ്, യു ക്യാൻ ഡു ലൈക്ക് ദിസ്. സോറി, ദിസ് ഇസ് ദ ഫോർത്ത് എലമെൻറ്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് സ്ട്രിങ്സ്. ഒന്നുമില്ല, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് അറേ. എന്താണ്, ഇറ്റ് ഈസ് ആൻ അറേ വിച്ച് പെർട്ടിക്കുലർലി ഡീൽസ് വിത്ത് ക്യാരക്ടേഴ്സ്. സ്ട്രിങ് is basically an array of characters. അത്രേ ഉള്ളൂ. And the next thing you have to remember is always the ending of the string will be a /0. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 100 ക്യാരക്ടർ ഉള്ള ഒരു അറേ, ഒരു സ്ട്രിങ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങളതിന് വളരെ മെമ്മറി വളരെ ടൈറ്റാണ്, ബഡ്ജറ്റ് ടൈറ്റാണ്, നിങ്ങൾക്ക് എക്സാക്ട്ലി ഓരോ ഇതിനും പറ്റുന്ന ഇത് നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ 101 എലമെൻ്റ് ഉള്ള അറേ ഡിക്ലെയർ ചെയ്യണം. കാരണം നിങ്ങളുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണോ അതിനേക്കാൾ ഒരു എലമെൻറ്റ് എപ്പോഴും കൂടുതൽ വേണം. ഓക്കെ, ദാറ്റ് ഈസ് റിഗാർഡിങ് ദിസ്. നൗ വാട്ട് വിൽ ഡു ഇസ് വിൽ സീ സം ബേസിക് പ്രോഗ്രാംസ്. ഒന്ന് കാണാം, അപ്പോൾ കുറച്ച് കോൺസെപ്റ്റ്സും ക്ലിയർ ആവും. ആൻഡ് ഫ്രം ദാറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ്. എന്ന് പറയുമ്പോൾ string handling വേണ്ടിയിട്ട് there are certain functions in C. Okay, we will see one by one. Okay, let's see a simple example. Okay, ഇവിടെ നമുക്ക് എന്താണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h int main. നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുകയാണ് ആൻഡ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു, എൻ്റർ നെയിം ആൻഡ് വി ആർ സ്കാനിങ്. ഓക്കെ, പെർസെൻറ്റേജസ് നെയിം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ ഉള്ളത്? ദിസ് തിങ് %s ആണ് നിങ്ങൾ ഇതുവരെ കാണാതെ ഉള്ളത്. അപ്പം ഇതിൽ സാധാരണ നിങ്ങൾ %d ഇൻറ്റിജറിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, %f ഫ്ലോട്ടിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, %c ക്യാരക്ടറിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ട്രിങ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ്, ഈ വേരിയബിൾ. ഇപ്പോൾ നമ്മളിവിടെ നെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിൻ്റെ പേരാണല്ലോ. ആ സ്ട്രിങ് ആണ് നിങ്ങളുടെ ഡേറ്റ ടൈപ്പ് എങ്കിൽ എന്താണ്, യു യൂസ് ദിസ് %s. സ്കാൻ ചെയ്യാനും അത് റീഡ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും എല്ലാം ഇതായിട്ട് യൂസ് ചെയ്യുന്നത് %s ആണ്. ഓക്കെ, ലെറ്റ്സ് റൺ ഇറ്റ്. ഓക്കെ, എൻ്റർ നെയിം, ലെറ്റ്സ് ഗിവ്. ഓക്കെ, അത് റീഡ് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. നത്തിങ് പെക്യുലിയർ. ഐ വോണ്ട് ടു റൺ ഇറ്റ് അഗെയിൻ. എൻ്റർ നെയിം. സോ ഐ എം ഗിവിങ് A space Z. But again your name is A. ഈ Z എടുത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് scanf. scanfൽ നമ്മൾ ടൈപ്പ് S ആയിട്ട് സ്കാൻ ചെയ്യാൻ നോക്കിയാലും എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ആസ് സൂൺ ആസ് scanf എൻകൗണ്ടേഴ്സ് എ വൈറ്റ് സ്പേസ്, അതായത് ഒരു ക്യാരക്ടർ അല്ലാത്തൊരു സാധനം, അതായത് ആൽഫബറ്റോ ലെറ്റേഴ്സോ നമ്പേഴ്സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ സിമ്പിൾസോ ഒന്നും അല്ലാതെ ഒരു വൈറ്റ് സ്പേസ്, ഒരു സ്പേസ്, ഒരു ടാബ്, ഒരു നെക്സ്റ്റ് ലൈൻ, അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സ്കാനഫ് അവിടെ നിർത്തും. അവിടെ നിന്ന് പിന്നെ റീഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്നത്, ഈ A വരെ നിന്നത്, Z വരെ ഇരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഫിക്സ് ദിസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയൊരു ഫങ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണ്? f_get_s. ഓക്കെ, f_get_s. അപ്പം അതിൽ എന്താണ്, ഈ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. സോ ദ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ഇസ് ഡെസ്റ്റിനേഷൻ നെയിം. അത് ഡെസ്റ്റിനേഷൻ വേരിയബിൾ നെയിം, നമ്മൾ സ്ട്രിങ് എങ്ങോട്ടാണോ റീഡ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഡെസ്റ്റിനേഷൻ്റെ സൈസ് എത്രയാണ്, അതിനാണ് ഈ സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻപുട്ട് എവിടെ നിന്നാണ് വരുന്നത്. നമ്മുടെ ഇത് കീബോർഡാണ് നമ്മുടെ ഇൻപുട്ട്.
സോ അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് ഇൻ. ഇതാണ് എഫ് ഗെറ്റസിൻ്റെ 3 ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ വേരിയബിൾ നെയിം, സൈസ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ വേരിയബിൾ ആൻഡ് ഫ്രം വെയർ വി ആർ ഗിവിങ് ദ ഇൻപുട്ട് ഫ്രം, അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ്. സോ ഇഫ് യു റൺ ദിസ്, ഓക്കെ, എൻ്റർ നെയിം. സോ ഇവിടെ നമുക്ക് കോൺഫ്ലിക്റ്റ് ഇല്ല, കാരണം എനിവേ ദാറ്റ് ഹാഡ് ടു ബി റെഡ്. എൻ്റർ നെയിം. ഓക്കെ, അഗെയിൻ. സോ ദാറ്റ് ഇഷ്യൂസ് സോൾവ്ഡ്. അതുപോലെ ഇവിടെ നമ്മൾ റീഡ് ചെയ്യാൻ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എന്താണ്, ഇവിടെ ഈ പ്രിൻ്റ് എഫ് എന്നുള്ള ഈ നെയിം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിൻ്റ് എഫ് യൂസ് ചെയ്തു. നമ്മുടെ സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പുട്ടസ് എന്നുള്ള ഒരു ഇത് യൂസ് ചെയ്തു. എന്താണ്, ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തു. പുട്ടസിന് ആർഗ്യുമെൻ്റ് ആകുമ്പോഴെന്താണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പുട്ടസ് ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഏത് സ്ട്രിങ് ആണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. സോ എഫ് ഗെറ്റസ് പുട്ടസ്. സോ ഇവിടെ നോക്കുമ്പോൾ എഫ് ഗെറ്റസ് ആണ്, ഇവിടെ പുട്ടസ് ആണ്. സോ ഇവിടെ വെറും ഗെറ്റസ് ഉണ്ടോ? ലെറ്റ്സ് സീ. പ്രോഗ്രാം 2 അപ്പം കമ്പൈൽ ചെയ്യുമ്പോൾ ഒരു എറർ വരുന്നുണ്ട്. എന്താണ്, ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ ഓഫ് ഗെറ്റസ് വാണിംഗ്. ഈ വാണിംഗ് ആണ് നോക്കേണ്ടത്. എന്താണ്, വാട്ട് ഇസ് ദ വാണിംഗ്? ദ ഗെറ്റസ് ഫംഗ്ഷൻ ഇസ് ഡേഞ്ചറസ് ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അതായത് ഗെറ്റസിനൊരു ഇഷ്യൂ ഉണ്ട്. നിങ്ങളുടെ സിലബസിൽ ഗെറ്റസ് ആണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ യൂഷ്വലി ഗെറ്റസ് ഇസ് നോട്ട് എന്താണ് എൻകറേജ്ഡ്. കാരണം ഗെറ്റസിന് ബഫർ ഓവർലോഡ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഗെറ്റസ് യൂസ് ചെയ്ത് ഇപ്പം നെയിം ലെങ്ത് 30 ആണെങ്കിലും ഗെറ്റസിന് അതിനേക്കാളും കൂടുതൽ ഇത് റീഡ് ചെയ്യുകയും അതുവഴി സിസ്റ്റം ക്രാഷ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ദെയർഫോർ ഗെറ്റസ് ഇസ് അവോയ്ഡഡ്. ഇതൊരു വാണിംഗ് ആണ്, സ്റ്റിൽ ദ പ്രോഗ്രാം വിൽ റൺ, ബട്ട് എനിവേ ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു യൂസ് എഫ് ഗെറ്റസ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എറർ ഇല്ല. ഓക്കെ, so these are the use these two functions to scan and print strings, fgetters and putters. okay നമ്മളിപ്പം ഒരു സ്ട്രിങ് റീഡ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും ആയി. ഇനി നമുക്ക് ഇതൊരു ഫങ്ഷനിൽ എങ്ങനെ പാസ് ചെയ്യും എന്ന് നോക്കാം. ഓക്കെ, സോ ഫങ്ഷൻസ് നിങ്ങൾ കണ്ടതാണ്. we are declaring a function. This is a function prototype. Void display string character str50 str. Okay, ഇവിടെ നമ്മൾ എന്താണ് മെയിൻ വരുമ്പോൾ എന്താണ് ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുന്നു, അത് എഫ് ഗെറ്റസ് യൂസ് ചെയ്ത് റീഡ് ചെയ്യുന്നു, ആൻഡ് ദാറ്റ് ഈസ് ബീങ് പാസ് ടു ഡിസ്പ്ലേ സ്ട്രിങ്. ഇവിടെ വരുമ്പോൾ എന്താണ് വോയിഡ് ഡിസ്പ്ലേ സ്ട്രിങ്, നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇത് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല, ജസ്റ്റ് പ്രിൻ്റ് എഫ് സ്ട്രിങ് ഔട്ട്പുട്ട്, ആ മെസ്സേജ് പ്രിൻ്റ് ചെയ്യും, പുട്ടസ് str ഇത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് റൺ ദിസ് പ്രോഗ്രാം 3. ഓക്കെ, എൻ്റർ സ്ട്രിങ് ഔട്ട്പുട്ട് ഇത്. ഓക്കെ, സോ ദർ ഇസ് നത്തിങ് ബട്ട് ദ മെയിൻ എന്താണ് reason for me to show this program is to show you how you can pass a string as a argument to a function. അത്രേ ഉള്ളൂ. ഒരു ഫംഗ്ഷനെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണിത് പാസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ തിരിച്ച് റിട്ടേൺ ചെയ്യണ്ടേ? അറേയിൽ ചെയ്ത പോലെ തന്നെ എന്താണ് നമ്മൾ ഇതിൻ്റെ പേരാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പേരാണ് പാസ് ചെയ്യുന്നത്. പേര് പാസ് ചെയ്യുക പറഞ്ഞാൽ ഇത് അറേയുടെ പേര് പാസ് ചെയ്യുന്ന പോലെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അപ്പം അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഒറിജിനലി ഇവിടെ ഇതിനകത്ത് എവിടെയാണോ എന്താണോ വേരിയബിൾ വരുന്നത് അതിനെ തന്നെ ഓൾട്ടർ ചെയ്യുകയാണ്. അതുകൊണ്ട് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മളൊരു അറേയിൽ വരുത്തുന്ന, അതായത് അറേ എലമെൻറ്റ് മാത്രമായിട്ട് പാസ് ചെയ്യുമ്പോഴല്ല, അറേ ആയിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വരുത്തുന്ന ചേഞ്ചസ് എല്ലാം ഇവിടുത്തെ എലമെൻറ്റ്, ഇവിടുത്തെ അറേക്ക് എഫക്റ്റഡ് ആവും. സോ റിട്ടേണിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പർട്ടിക്കുലർ കേസിൽ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള 2-3 പരിപാടികൾ പഠിച്ചു. ആസ് എ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഇഫ് യു നോ ദിസ്
you can do most of the things. പക്ഷേ ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്കിനി കുറച്ച് പർട്ടിക്കുലർ ഒരു 3-4 പർട്ടിക്കുലർ സ്ട്രിങ് ഫങ്ഷൻസ് നമുക്ക് കാണണം. ഓക്കെ, അതായത് ഈ സിയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ ദിസ്. ഇൻറ്റ് മെയിൻ ക്യാരക്ടർ A20 ഈക്വൽ ടു രണ്ട് രീതിയിൽ ഒരു രണ്ട് സ്ട്രിങ്ങിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തേക്കാണ്. സോ ഫസ്റ്റ് രീതി എന്താണ്, ഈ ഇങ്ങനെ ഇടുന്നു. സെക്കൻഡ് രീതി എന്താണ്, ഓരോ എലമെൻ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നു. സോ നമ്മൾ ഓരോ എലമെൻ്റായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ്, ലാസ്റ്റ് എലമെൻറ്റ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഓക്കെ, ഈ /0 വെച്ച് കൊടുക്കണം. ഓക്കെ, ദെൻ വാട്ട്, പ്രിൻ്റ് എഫ് ലെങ്ത് ഓഫ് സ്ട്രിങ് എ എന്താണ്, ലെങ്ത് എ, strlen എ എന്താണ്, സ്ട്രിങ് ലെങ്ത്. ഈ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്ന, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ലെങ്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത 2 സാധനം ഉണ്ടാവും, 3 സാധനം. അതിൽ ഫസ്റ്റ് തിങ് ഈസ് സ്ട്രിങ് ലെങ്ത്. സ്ട്രിങ് ലെങ്ത് ഒന്നുമില്ല, നമ്മൾ അതിൽ കൊടുക്കുന്ന ഇൻപുട്ടായിട്ട് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്ന സ്ട്രിങ്ങിൻ്റെ, അതായത് എയും ബിയും, അതിൻ്റെ ലെങ്ത് റിട്ടേൺ ചെയ്യും. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ് ഈ സാധനം %ZU. ഈ ZU എന്നുള്ള ഈ സാധനങ്ങൾ ഇതിനുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. Z is used to show length. ഇതുപോലുള്ള അറേസിൻ്റെയും മറ്റ് ഡേറ്റയുടെയും ലെങ്ത്ത് കാണിക്കുക, എത്ര ഇതുണ്ട്, എത്ര നമ്പർ ഉണ്ട് എന്ന് ലെങ്ത്ത് കാണിക്കാനുള്ള ആ ഒരു ഡേറ്റ ടൈപ്പിൻ്റേതാണ് Z എന്ന് പറയുന്നത്. ആൻഡ് U stands for unsigned. ഓക്കെ, സോ ദിസ് ഇസ് അൺസൈൻഡ് ലെങ്ത്ത്, അത്രേ ഉള്ളൂ ZU. ബിക്കോസ് ഈ സ്ട്രിങ് ലെങ്ത് strlen എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ലെങ്ത് ആണ് പർട്ടിക്കുലർലി. യു ക്യാൻ വെരി വെൽ യൂസ് %d, but this is more accurate. That is the 2 things. The third thing is string.h. Okay, നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ stdio. ഇവിടെ വരുമ്പോൾ we are using stdio. Along with that we are using string.h. That is, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സ്ട്രിങ്ങിൻ്റെ ഫങ്ഷൻസ് fgetSഉം putSഉം that is already included in stdio, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഹെഡർ ഫംഗ്ഷനിലുണ്ട്. പക്ഷേ the new function that we are using here, string length, strlen, it is not available in stdio.h. It is available in string.h. Okay, so ഇതിൽ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. So let's run this program. Here we have program 4. ഓക്കെ, സ്ട്രിങ് ഇത് വേറെ നമ്മൾ ഓൾറെഡി ഇത് കൊടുത്തേക്കുന്നുണ്ട്. ലെങ്ത് ഓഫ് സ്ട്രിങ് എ ഈക്വൽ ടു 7, ലെങ്ത് ഓഫ് സ്ട്രിങ് ബി ഈക്വൽ ടു 7. ലെറ്റ്സ് ചേഞ്ച് ദിസ് പ്രോഗ്രാം 1 2 3 ആൻഡ് ഇവിടെ ഞാനൊരു ഇത് കൊടുക്കുകയാണ്, എന്താണ്, പ്രോഗ്രാം 1. ഓക്കെ, സോ ഐ സേവ്ഡ് ഇറ്റ് ആൻഡ് this is program 4. Let's recompile it and run it again. Okay, so ഇവിടെ നമ്മൾ മൂന്ന് സാധനം കൂടുതൽ കൊടുത്തു. സോ 7 നിന്ന് 10 പോയി. ഇവിടെ നമ്മൾ ഒരു എലമെൻറ്റ് കൂടുതൽ കൊടുത്തു. സോ 7 നിന്ന് 8 പോയി. ഓക്കെ, സിമ്പിൾ. സോ ദിസ് പ്രോഗ്രാം എന്തിനാ യൂസ് ചെയ്താൽ ഈ സ്ട്രിങ് ലെങ്ത് എന്നുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഓക്കെ, let's clear this out. Okay, അടുത്ത ഏതാണ്, string copy. Again, this is also defined in string.h. So രണ്ട് ഇത് ഡിക്ലെയർ ചെയ്തു, str1. Okay, str1 is equal to C programming. str2 just ഡിക്ലെയർ ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്തില്ല. And what are we doing, str copy string2 is equal to string1 and put as string2. എന്ത് സംഭവിക്കും, this is a program 5. ഓക്കെ, ഇപ്പോൾ string2 str2 പ്രിൻ്റ് ചെയ്തപ്പോൾ നമ്മുടെ str1ലുള്ള മെസ്സേജ് വന്നു. നമുക്ക് ഇതിൻ്റെ കൂടെ str1 കൂടെ പ്രിൻ്റ് ചെയ്യാൻ നോക്കിയാലോ. put as str1.
സി പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടിലും? അപ്പോൾ ബേസിക്കലി എന്താ സംഭവിച്ചിരിക്കുന്നത്? STR1 സാധനം STR2 കോപ്പി ചെയ്തു, അത് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, വേറെ ഒന്നുമില്ല, നത്തിങ് എൽസ്. സോ ദിസ് what will be the syntax for str copy? It will be str argument 1 destination comma source. ഓക്കെ, ഇവിടെ ആണെങ്കിൽ എന്തായിരുന്നു? STR ജസ്റ്റ് നമ്മുടെ എന്താണോ, ഏതിൻ്റെ ലെങ്ത് ആണോ അറിയേണ്ടത് അതിൻ്റെ പേര്, അത്രേ ഉള്ളൂ. ഡെസ്റ്റിനേഷൻ, ഇതിൽ ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ്, ഇതിൽ നത്തിങ് എൽസ് ടു എക്സ്പ്ലെയിൻ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്രോഗ്രാം? strcat, string concatenation. Concatenate എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് ടു put two strings or two things together. ഇവിടെ നമ്മുടെ രണ്ട് സ്ട്രിങ് നമ്മൾ ഒറ്റേതാക്കാൻ നോക്കും. ഓക്കെ, വാട്ട് ഇസ് ദ സിൻടാക്സ്? strcat string concatenate str1, str2. ഓക്കെ, നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. str1 എന്താണ്? ദിസ് ഇസ്. str2 എന്താണ്? സി പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മളിത് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൺകാറ്റിനേഷന് ശേഷമുള്ള str1 ആദ്യം വരും, str2 താഴെ വരും. ലെറ്റ്സ് സി പ്രോഗ്രാം 6. സോ ദിസ് ഇസ് സി പ്രോഗ്രാമിംഗ് ആണ് str1 എന്തിന് ശേഷം? നമ്മുടെ കൺകാറ്റിനേഷന് ശേഷം. സി പ്രോഗ്രാമിംഗ് ആണ് str2 എന്തിന് ശേഷം? കൺകാറ്റിനേഷന് ശേഷം. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? വി ആർ attaching this whatever is there in str2 to whatever is there in str1 and storing it in str1. ഇവിടെ str1 ആണ് മോഡിഫൈ ചെയ്യപ്പെടുന്നത്. സോ whatever comes first is the destination. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി നമുക്ക് എന്താണ്, കുറച്ച് റഫായിട്ട് എഴുതണമെങ്കിൽ എന്താണ്? വാട്ട് ഹാപ്പൻസ്? str1 is equal to str1 and let me call this operation concatenate str2. റഫ്ലി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അതായത് str1നെ str2നെ കൂടെ കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ str1 ഇടും. ദാറ്റ് ഈസ് വാട്ട് ദിസ് തിങ് ഡസ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ലാസ്റ്റ് പ്രോഗ്രാം ദാറ്റ് വി ഹാവ് ടു സി? ദിസ് ഈസ് കോൾഡ് ആസ് strcmp, string compare. String compare. ഇത് ചെയ്യുന്ന എന്താണ്? ഇത് രണ്ട് we have string compare str1 and str2. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററോട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദിസ് റിട്ടേൺസ് സംതിങ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ദിസ് വൺ റിട്ടേൺ സംതിങ് ആൻഡ് ദാറ്റ് ഈസ് എ ലെങ്ത്. ഇത് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല, ഇതിനെ വേരി ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെയും റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ ഈ ഡെസ്റ്റിനേഷന് വേരി ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ദിസ് റിട്ടേൺ സംതിങ് ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദീസ് വാല്യൂസ് ആർ. ഓക്കെ, സോ ലെറ്റ്സ് സി ദിസ് ഇസ് പ്രോഗ്രാം 7. ഓക്കെ, എന്താ സംഭവിച്ചിരിക്കുന്നത്? സ്ട്രിങ് കമ്പയർ str1 str2. str1 എന്ന് പറഞ്ഞാൽ ABCD, str2 എന്ന് പറഞ്ഞാൽ AB ക്യാപിറ്റൽ C D. അപ്പം രണ്ട് ഈക്വൽ അല്ലാത്ത സാധനം നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ ഒരു നോൺ സീറോ വാല്യൂ വന്നു. രണ്ടാമത്തെ എന്താണ്? str1 str3, അതായത് ABCDയും ABCDയും. ഓക്കെ, ഇത് രണ്ടും കമ്പയർ ചെയ്തപ്പോഴൊരു സീറോ കിട്ടി റിട്ടേൺ വാല്യൂ ആയിട്ട്. ദാറ്റ് ഈസ് എന്താ സംഭവിക്കുന്നത്? ദ റിട്ടേൺ വാല്യൂ ഓഫ് str string compare will be എന്താണ് സംഭവിക്കുന്നത്? വിൽ ബി വാട്ട് ഈസ് ഹാപ്പനിങ്? ഈ രണ്ട് str1 str2 സെയിം ആണെങ്കിൽ ഒരു സീറോ എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. അല്ല, സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു നോൺ സീറോ വാല്യൂ റിട്ടേൺ ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രിങ്സ് ബീങ് കമ്പയർഡ്. ഓക്കെ, ഇതിൻ്റെ റിലേറ്റീവ് ആസ്കി വാല്യൂ എങ്ങനെ ഇരിക്കുന്നുള്ള അനുസരിച്ച് ഒരു നോൺ സീറോ വാല്യൂ റിട്ടേൺ ചെയ്യും. സോ അത് എന്താണ് സ്പെസിഫിക് എന്നുള്ളത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ലുക്ക് ഇൻ ടു. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഡിപ്പെൻഡ്സ് ഓൺ ഇതിലേതിൻ്റെ ആസ്കി വാല്യൂ ആണ് വലുത്, ഇതിലേതിൻ്റെ ആസ്കി വാല്യൂ വലുത് എന്നൊക്കെ ഇരിക്കും. ബട്ട് ആസ് ഫാർ ആസ് കമ്പാരിസൺ ഇസ് കൺസേൺ വി വോണ്ട് ടു നോ വെദർ ദീസ് ടു ആർ സെയിം ഓർ നോട്ട്. സെയിം ആണെങ്കിൽ സീറോ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ നോൺ സീറോ റിട്ടേൺ ചെയ്യും. ദാറ്റ് മച്ച് യു ഷുഡ് നോ.
ഓക്കെ, നമുക്കിനി ഒരു എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് ഒന്നും അങ്ങനെ അല്ലാത്ത ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് റൺ ഇറ്റ് ഫസ്റ്റ്. എൻ്റർ സ്ട്രിങ് ASSDDDFFF space. Okay, G, whatever. Enter a character to find its frequency, and I am giving D. Frequency is 3. So what is the program? നമ്മൾ ആദ്യം ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യും, രണ്ടാമതൊരു ക്യാരക്ടർ എൻ്റർ ചെയ്യും. അപ്പോൾ ഈ ക്യാരക്ടർ ഇതിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ് ഡൺ. സോ ഇൻ മെയിൻ നമ്മൾ ആദ്യം ഒരു സ്ട്രിങ്, ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറും ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ദെൻ വി ഡിക്ലെയർ ആൻ ഇൻഡിജർ, ഒരു കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ഡിക്ലെയർ ചെയ്യുക, അതിന് 0 ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് മെസ്സേജ് വരുന്നു, എൻ്റർ എ സ്ട്രിങ് fgetS, STRലോട്ട് നമ്മൾ ആ സ്ട്രിങ് റീഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ എന്താണ് രണ്ടാമത്തെ ഈ CH എന്ന് പറയുന്ന നമുക്ക് ഏതിനെയാണോ സെർച്ച് ചെയ്യേണ്ടത് അത് പോകും. ദെൻ കംസ് അവർ ലൂപ്പ്. ഓക്കെ, വാട്ട് ഫോർ ഇൻറ്റ് I equal to 0 str of I not equal to /0 ++ I എന്ന് വെച്ചാൽ എന്താണ്, str of I എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാരക്ടർ അറേയിൽ സ്ട്രിങ്ങിൽ 1 by 1 this A will be str of 0, this S will be str of 1, this S will be str of 2, str of 3, അങ്ങനെ 1 by 1. ഈ G കഴിഞ്ഞിട്ടും നമുക്ക് ആക്ച്വലി ഒരു എലമെൻറ്റ് വരും, അന്ന് എന്താണ് /0. that denotes the end of string. So what is actually happening, our for loop is going from the beginning of the string to the end of the string. /0 എന്ന് പറയുന്നത് സ്ട്രിങ് എൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. I equal to 0 എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ അറേയുടെ സ്റ്റാർട്ടിങ്. സോ തുടക്കം മുതൽ ഒടുക്കം വരെ. ഓക്കെ, പോവുകയാണ്. ആൻഡ് വാട്ട് ആർ വി ഡൂയിങ് ഇൻസൈഡ് ദ ഫോർ ലൂപ്പ്? ഇഫ് CH is equal to str of I ++ കൗണ്ട്. നമുക്ക് എന്താണ് ഈ ഒരു കൗണ്ടാണ് വേണ്ടത്, ഫ്രീക്വൻസി എത്രയാണെന്ന് അറിയണം. ഓക്കെ, CH എന്ന് പറയുന്നത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ്, അതായത് നമ്മൾ ലീനിയർ സെർച്ച് ചെയ്തില്ലേ, ആ ലീനിയർ സെർച്ചിൻ്റെ കൂടെ ഒരു കൗണ്ടിൻ്റെ ഒരു വേരിയബിളും കൂടെ ഇട്ട് ആഡ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് അവസാനം എന്തായി, printf വൺസ് ദിസ് ലൂപ്പ് ഇസ് ഓവർ, അതായത് മൊത്തം സ്ട്രിങ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എത്ര പ്രാവശ്യം ഉണ്ടെന്ന് കിട്ടി, ഈ ഇന്ന ക്യാരക്ടർ കൗണ്ട് ഇത്ര പ്രാവശ്യം ഉണ്ടെന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ദ റീസൺ വൈ ഇത് നത്തിങ് മച്ച്, നിങ്ങൾ ചെയ്തിട്ടുള്ള ഇതിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. ദ റീസൺ വൈ ഐ ഷോഡ് യു ദിസ് പ്രോഗ്രാം ഈസ്, നമ്മൾ ഇത്രയും നേരം എന്താണ് ജസ്റ്റ് റീഡ് ചെയ്തു, പ്രിൻ്റ് ചെയ്തു, കോപ്പി ചെയ്തു, കൺകാറ്റിനേറ്റ് ചെയ്തു, ഇതെല്ലാം ഇൻബിൽറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്താണ് ചെയ്തത്. ഓക്കെ, നമുക്കല്ലാതെ ഇതിനെ ഒരു സാധാരണ ഒരു അറേ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ദ ഓൺലി തിങ് യു ഷുഡ് ബി കെയർഫുൾ ഇസ് ദാറ്റ് ബി അവെയർ ഓഫ് ദിസ് വൺ, ഏതാണ് /0 എൻഡ് ഓഫ് സ്ട്രിങ്, അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. പിന്നെ പർട്ടിക്കുലർലി റീഡ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ഏതാണ്, പ്രിൻ്റ് ചെയ്യാനുള്ള അത് getS, fgetS, putS അതുപോലത്തെ സാധനങ്ങൾ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു അറേയിൽ സെർച്ച് ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്യാം, രണ്ട് അറേ കമ്പയർ ചെയ്യുന്ന അതിൽ കമ്പയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേ strcmp ആവശ്യമില്ല, നിങ്ങൾക്ക് 1 by 1 രണ്ട് സെപ്പറേറ്റ് അറേ എടുത്തിട്ട്, രണ്ട് സെപ്പറേറ്റ് സ്ട്രിങ് എടുത്തിട്ട്, രണ്ട് സെപ്പറേറ്റ് ഇൻഡെക്സ് എടുത്തിട്ട്, എന്താണ് str1 of I equal to str2 of j എന്ന് പറഞ്ഞ് 1 by 1 നിങ്ങൾക്ക് നോക്കാം, അതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ ഇതൊരു ജസ്റ്റ് ഒരു അറേ പോലെ തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫ്രം മൈ സൈഡ് ഫോർ സ്ട്രിങ്സ്, ആൻഡ് ഫ്രം ദിസ് ഐ ഹോപ്പ് യു ക്യാൻ ഡു the programs which were given to you. Okay, thank you.